ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇത് പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രമാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അപ്പം ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം കാപ്രിക്കോൺ. ആൻഡ് മെസ്സേജസ് എന്താ പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കാപ്രിക്കോണിൻ്റെ ഓവറോൾ എനർജി. കാപ്രിക്കോണിൻ്റെ ഓവറോൾ എനർജി ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 9 of Swords. നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ജസ്റ്റിസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 of Pentacles. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Page of Pentacles. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ King of Cups ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 9 of Pentacles. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് 2 of Swords ആണ്. ആൻഡ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഡെത്ത്. നിങ്ങളുടെ ഔട്ട്കം ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം ഈ കാർഡാണ്. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ ഞാൻ കാണുന്നത് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് ഒരു റെന്യൂവൽഡ് കാർഡാണ്. പക്ഷേ ഇതൊരു പാസ്റ്റിനെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അതല്ല വെച്ചാൽ ആ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകണ്ട ഈ മാസം. അത് ഈ റിലേഷൻഷിപ്പിനെ റിന്യൂ ചെയ്യണോ, അത് അല്ല വെച്ചാൽ ഇതിനെ ഇപ്പോൾ ഇവിടെ തന്നെ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണോ, അതാണ് ഇപ്പോൾ ഈ ഡിസിഷൻ നിങ്ങളുടെ മനസ്സിലുള്ള ഡിസിഷൻ. അതാണ് ജഡ്ജ്മെൻറ്റ് ഇവിടെ. ഈ പേഴ്സൻ്റെ എനർജി 9 of Swords ആണ്. അപ്പോൾ അവർക്ക് കുറേ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അറിയില്ല നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കാൻ പോണതെന്ന്. അപ്പോൾ അവരുടെ മനസ്സിലും കുറേ സ്ട്രെസ് ഉണ്ട്. രാത്രി അവർക്ക് ഉറക്കമില്ല ശരിക്കും. അപ്പോൾ എന്താണ് ഈ ജഡ്ജ്മെൻറ്റ് കാർഡ്? Ace of Wands ഉണ്ട് ഇവിടെ. Knight of Wands ഉണ്ട് ഇവിടെ. ഈ പേഴ്സൻ്റെ എനർജിയിൽ 9 of Swords എന്താണ്? 8 of Pentacles ആൻഡ് 3 of Pentacles. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ എന്തോ ഒരു അഫെയറിൻ്റെ എനർജി കാണാണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യണില്ലേ, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നാണ് നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഈ പേഴ്സൺ ഒട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല അവരുടെ സൈഡിൽ നിന്ന്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 8 of Pentacles ഉണ്ട്, 3 of Pentacles ഉണ്ട്. അപ്പോൾ ചില കേസസിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അവരുടെ ലൈഫിൽ ഓൾറെഡി വേറെ ഏതോ ഒരു പേഴ്സൺ ഉണ്ട്. അതല്ല വെച്ചാൽ ഇവരുടെ ജോലി ആയിരിക്കാം തേർഡ് പാർട്ടി. ഇവർ കുറേ ഒരു വർക്കഹോളിക് മാതിരി ഒരു എനർജിയിലാണ്. അപ്പോൾ അവർക്ക് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് സമയമില്ല. അതും ആവാം ഒരു സിറ്റുവേഷൻ ഇവിടെ. എന്തായാലും നിങ്ങൾ രണ്ടാളുടെയും കറണ്ട്
സിറ്റുവേഷൻ ഇപ്പോൾ ജസ്റ്റിസ് ആണ്. അപ്പോൾ ജസ്റ്റിസ് ഒരു കാർമിക് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് ഒരു ബാലൻസ്ഡ് എനർജിയാണ്. ഇത് ചില സമയത്ത് ഒരു ലീഗൽ കോൺട്രാക്റ്റിൻ്റെ എനർജിയാണ്. മാരേജ് റിലേറ്റഡ് ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഇവിടെ ജസ്റ്റിസ് എനർജി? ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. മജിഷ്യൻ, ജെമിനി എനർജി ആൻഡ് ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി. അപ്പോൾ 3 മേജർ ആർക്കാനാസ് ആണ് ഇവിടെ കാണുന്നത്. മേജർ ആർക്കാനാസ് ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ വലിയ ചേഞ്ചസിൻ്റെ ഇൻഡിക്കേഷനാണ് ഇത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ മാസം ഒരു വലിയ ഡിസിഷൻ ഉണ്ടാക്കുന്ന മാസമാണ്. ആൻഡ് നിങ്ങൾ എന്തോ ഒരു വലിയ ചേഞ്ച് വരുത്താൻ വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഞാനിവിടെ കാണുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ റിന്യൂവൽ ആണ് മാനിഫെസ്റ്റ് ചെയ്യണത്, ഒരു റീകൺസിലിയേഷനാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. പക്ഷേ ഈ സമയത്ത് ഈ സിറ്റുവേഷൻ സ്റ്റാഗ്നൻ്റ് ആണ്. ഒരു പേഴ്സൺ ഇവിടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നാണ് മാനിഫെസ്റ്റ് ചെയ്യണത്, മറ്റേ പേഴ്സൺ ഇതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ബാക്കിയുള്ള കാർഡ്സ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 of Pentacles ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫാമിലി ആയിട്ടാണ്, ഫാമിലി, ഒരു ഫ്യൂച്ചർ ഫാമിലി വേണം ഈ പേഴ്സൻ്റെ കൂടെ, അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഈ 10 of Pentacles എന്താണ് ഇവിടെ? Four of Cups, 2 of Cups. ഈ പേഴ്സൻ്റെ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? 3 of Swords ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ലവ് ഉണ്ട്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ എവിടെയോ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി കാണുമ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു എഫേർട്ട് ഇടാൻ തോന്നുന്നില്ല, ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് മാതിരി ഒരു എനർജിയാണ് നിങ്ങളുടെ. ഇപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി ഇൻ്റർഫിയർ ചെയ്യേണ്ട അതുകൊണ്ടാണോ, അതല്ലാച്ച ഈ പേഴ്സൻ്റെ ആരെങ്കിലും ഫാമിലി ഇൻ്റർഫിയർ ചെയ്യേണ്ട അതുകൊണ്ടാണോ, അതിവിടെ അത് ക്ലിയർ അല്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അതൊരു എഫെയർ തന്നെ ആവണം എന്നില്ല, ഫാമിലി ഇൻ്റർഫിയറൻസും ആവാം, നിങ്ങളുടെ ഫാമിലി അവരുടെ ഫാമിലി. അതിൻ്റെ കാരണം കൂടിയും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 3 of Swords ആണ്. അപ്പോൾ ഇവരുടെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം. എന്ന് വെച്ചാൽ അവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാ വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്, കുറേ മിസ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഈ തേർഡ് പാർട്ടി വെച്ചാൽ അവർ അതുകൊണ്ട് കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്. പക്ഷെ അവർക്കൊരു ഇതിലൊരു പുതിയ സ്റ്റാർട്ട് പറഞ്ഞാൽ അവർക്ക് അതിന് ഓക്കെയാണ് പറഞ്ഞാൽ ആ പുതിയ ബിഗിനിങ് ഉണ്ടായ അവർ അതിൻ്റെ അഗൻസ്റ്റ് അല്ല. പക്ഷേ അവർക്ക് കുറച്ച് സമയമെടുക്കും ഇതിന് ഈ ഹാർട്ട് ബ്രേക്കിന് പുറത്തു വരാൻ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് വേണ്ടിയിട്ട് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് എപ്പോഴും. പക്ഷേ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കണം. നിങ്ങൾ ഈ പേഴ്സണോട് അത്ര മേ ബി കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ഈ സമയത്ത്. ആൻഡ് നിങ്ങളുടെ ഫീലിങ്സിനൊക്കെ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യണില്ല. നിങ്ങളുടെ ഇൻറ്റൻഷനും അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്താണ് സിറ്റുവേഷൻ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ് ഇവരോട് പറയുക. നിങ്ങൾ ആക്ച്വലി ഒരു പുതിയ ബിഗിനിങ്ങുമാണ് കാണുന്നത്. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലൊരു പുതിയ ബിഗിനിങ് ഉണ്ടായാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. പക്ഷെ അതല്ലാണ്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരോ ഒരു പേഴ്സണും വന്നിരിക്കണു. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ എനർജിയിൽ ഒരു വേറെ പേഴ്സണും കാണാണ്ട്. ഈ പേഴ്സൻ്റെ എനർജി ഇൻറ്റൻഷൻ 9 of Pentacles ആണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ സിംഗിൾ ആവാനാണ്. 9 of Pentacles എന്താണ് ഇവിടെ? അപ്പോൾ ഇവർക്ക് ഒരു ധൃതിയൊന്നുമില്ല ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യണം എന്ന്
അങ്ങനെ ഒരു ധൃതിയൊന്നുമില്ല. അവർ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ഞാനൊരു കുറേ പ്രാക്ടിക്കൽ എനർജിയാണ് കാണുന്നത്. അവർ അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ചിലവർക്ക് ഈ പേഴ്സൺ കുറേ വർക്കഹോളിക് ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടും ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്സിൽ അത്ര ഫോക്കസ് ചെയ്യാത്തത്. അവർ മോർ ഓഫ് ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ് കൂടുതൽ അവരുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. അതാണ് അവർക്ക് കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പിൽ അത്ര എഫേർട്ടും ഇടുണ്ടാവില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഞാൻ 2 ഓഫ് സോഡ്സ് ആണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആൻഡ് ആക്ഷൻ നോക്കുമ്പോഴും നിങ്ങൾ ഫ്യൂച്ചറിലും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ എനർജി ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളൊരു ആക്ഷനും എടുക്കുന്നില്ല. എന്താണ് ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജി? കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഡെത്താണ്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഷുവർ ആയാലേ നിങ്ങൾ ആക്ഷൻ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ഷൻ ഞാൻ കാണുന്നുണ്ട്, മെസ്സേജസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആൾക്കാരും വരുന്നുണ്ട്, വേറെ പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഷുവർ അല്ല. ഫ്യൂച്ചറിലും നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻ എടുത്തു എന്ന് വരും, പക്ഷേ അത് ഈ സമയത്ത് നിങ്ങൾ ആ ഡിസിഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ പേഴ്സൻ്റെ എനർജി അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു എൻഡിങ് കാണാണ്ട്. ആൻഡ് അവരുടെ ലൈഫിലും ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ തിങ്കിങ്ങിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവർക്ക് ഈ പാസ്റ്റിൻ്റെ എനർജീനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് വേണം ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ. അവർക്ക് അങ്ങനെയാണ് ഒരു എനർജി അവരുടെ ഉള്ളത്. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണില്ല. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നും ഞാനൊരു ആക്ഷൻ കാണുന്നില്ല. അവർക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കണം എന്നുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ ഇല്ല. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ എന്താണ്? ഔട്ട്കം 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം നിങ്ങൾ ഒരു ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു പോസിറ്റീവ് പറഞ്ഞാൽ ചേഞ്ച് വരുന്നുണ്ട്, പക്ഷെ അത് ഒരു പ്രാക്ടിക്കലായി മുമ്പോട്ട് പോണില്ല. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോഴും നിങ്ങൾ രണ്ടാളും ഷുവർ അല്ല. ഈ സിറ്റുവേഷനിൽ എന്താ ഫ്യൂച്ചർ ഉള്ളത് എന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും പറഞ്ഞാൽ അത്ര ഒരു ഷുവർ അല്ല. ഒരു പ്ലാനിങ് എനർജിയാണ്. അപ്പോൾ 2ന് നിങ്ങൾ 3ലേക്ക് പോണു. അപ്പോൾ ഇത് നമ്പർ 2 കാർഡാണ് ആൻഡ് ഇത് നമ്പർ 3 കാർഡാണ്. അപ്പോൾ നിങ്ങൾ 2ന്ന് 3ലേക്ക് പോകണം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് ആണ്. പക്ഷേ അതുണ്ടായിട്ടും ഇത് രണ്ടും ഒരു വെയിറ്റിംഗ് കാർഡാണ്. 2 ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ് രണ്ടും ഒരു വെയിറ്റിംഗ് കാർഡാണ്, ആക്ഷൻ എടുക്കണ കാർഡല്ല. അപ്പോൾ ഈ മാസം നിങ്ങൾ അത്ര ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ അത് ആവാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാസം കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ ഈ മാസം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും അത് എന്താ വേണ്ടതെന്ന്. അത് ആ ഡിസിഷൻ നിങ്ങൾ ഈ മാസമാണ് എടുക്കാൻ പോണത്. അപ്പോൾ അത് എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. നിങ്ങളുടെ അടുക്ക് ചിലവർ ഇതിനെ റെന്യൂ ചെയ്യാനായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ആൻഡ് മറ്റവർ മേ ബി ഇത് റെന്യൂ ചെയ്യണ്ടെന്നായിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഇവിടെ ഒരു ഷുവറായി പറയാൻ ഡിഫിക്കൾട്ടാണ്. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മാതിരി ഔട്ട്കം വരില്ല. പക്ഷേ നിങ്ങൾക്ക് വേണിച്ച ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം ആൻഡ് അതിൽ നിങ്ങൾക്കൊരു കൺക്ലൂസീവ് ഔട്ട്കം കിട്ടും. എന്തായാലും ഇവിടെ ഡെഫിനറ്റ്ലി ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവും ആൻഡ് ഒരു ഡിസിഷനിൽ നിങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻസ് കാണുന്നത് ലിയോ, പൈസീസ് ഉണ്ട്, അക്വേരിയസ് ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ കാർഡ് മെസ്സേജസ്? ഇത് നിങ്ങളുടെ മനസ്സിലായിരിക്കും, ഇല്ല തോട്ട്സ് അതല്ല ഇവരുടെ മനസ്സിലായിരിക്കും. ഐ ഫീൽ യു ലീവിങ് മീ ബിഹൈൻഡ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സെപ്പറേഷൻ ഉണ്ട്. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ.
ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ തിങ്കിങ് എനർജി ഉണ്ട്, ഒരു ആക്ഷൻ എടുക്കാത്ത എനർജിയാണ് പക്ഷേ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പറഞ്ഞ മാതിരി ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മാതിരി ഔട്ട്കം ആവില്ല. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.